എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വീണ്ടും ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗാന്ധിജിയുടെ പാഠത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനായിട്ട് പോകുന്നത്. നമ്മൾ അവസാനം നിർത്തിയത് വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതിയത്. അതിൻ്റെ ഉത്തരവും നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഉത്തരവും നമ്മൾ എഴുതിയെന്നാണ് ശ്യാമകൃഷ്ണ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഹൗ ഡിഡ് പേനി നോട്ട് ബുക്കും എടുത്ത് വെച്ചിട്ടില്ലേ? പിന്നെ സ്കൂൾ തുറക്കുന്ന സമയം സാഹചര്യം സ്കൂൾ തുറക്കുന്ന സാഹചര്യം വരുമ്പോൾ സാറ് നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഹലോ, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എഴുതിയെടുക്കാം. ഈ രണ്ടാമത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ ചോദ്യം എഴുതിയെടുത്തിട്ടില്ലല്ലോ, സാർ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കേൾക്കാമല്ലോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം. ഗാന്ധിജി എങ്ങനെയാണ് ജനത്തെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് ചോദ്യം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ? How did Gandhiji influence the people of India? How did Gandhiji influence the people of India? എഴുതിയോ? ഓക്കെ, എങ്ങനെയാണ് ഗാന്ധിജി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് ചോദ്യം മനസ്സിലായല്ലോ? ഓക്കെ, അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല പോലെയായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ സ്വാധീനിച്ചത്. ചിലവർക്ക് ഭയങ്കരമായ രീതിയിൽ അവർക്ക് മാറ്റം സംഭവിച്ചു, അവർ മുഴുവനായിട്ട് മാറി. മറ്റു ചിലർ ഭാഗികമായിട്ടേ മാറിയുള്ളൂ, മറ്റു ചിലർക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ വാക്കുകൾ ജനത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത്. പക്ഷേ ഒരുപാട് ആളുകൾ, മെജോറിറ്റി ആളുകൾക്ക് മാറ്റം സംഭവിച്ചു കേട്ടോ. ഉത്തരം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് the people of India. Gandhiji influenced the people of India in different കഴിഞ്ഞ അടുത്ത വാക്കാണ് കേട്ടോ ഡിഫറെൻറ്റ്. ഇൻഡിഫറൻറ്റ് ഒരുമിച്ച് വായിച്ചാൽ വേറെ വാക്കായിട്ട് മാറും. ഇൻഡിഫറൻറ്റ് എന്ന ഒരുമിച്ചുള്ള വാക്കിൻ്റെ അർത്ഥം താല്പര്യമില്ലായ്മ എന്നാണ്. ഇത് ഇൻഡിഫറൻറ്റ് രണ്ട് വാക്കുകളാണ്. ഡിഫറൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ നിന്നാണ്. ഡിഫറെൻറ്റ് ഡിഗ്രീസ് എഴുതിയോ? ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത വാചകം എഴുതിക്കോളൂ. സം പീപ്പിൾ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. ചില ആളുകൾ മുഴുവനായിട്ട് മാറി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സം പീപ്പിൾ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അടുത്ത വരി സം ചേഞ്ച്ഡ് ഓൺലി പാർട്ട്ലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഭാഗികമായി എന്നാണ് അർത്ഥം വരുന്നത്. സം ചേഞ്ച് ഓൺലി പാർട്ട്ലി എന്ന് വെച്ചാൽ ഭാഗികമായി എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയല്ലോ? ഓക്കെ, പെൺകുട്ടികളുടെ സൗണ്ടൊന്നും കേൾക്കാമല്ലോ, അവർ അറ്റൻഡ് ചെയ്യണില്ലേ? ആൺവിനും
അലനൊക്കെ മാത്രമാണുള്ള സൗണ്ട് ഉള്ളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? പെൺകുട്ടികളുടെ സൗണ്ട് അവർ എഴുതുന്നുണ്ടോ? ഓക്കെ. ഇടയ്ക്ക് റെസ്പോണ്ട് ചെയ്തോളൂ. അപ്പോൾ സാറിന് മനസ്സിലാവും നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് കേട്ടോ. ഓക്കെ. നമ്മൾ സം ചേഞ്ച് ഓൺലി പാർട്ട്ലി വരെ എഴുതി അവസാനിപ്പിച്ചത്. അടുത്ത വരി നമുക്ക് എഴുതാം അല്ലേ? ഓക്കെ. ഡിഫറെൻറ്റ് പീപ്പിൾ reacted differently. Different people reacted differently. Different people reacted differently. Different people reacted differently. Different people reacted differently. അടുത്ത വരിയായിട്ട് എഴുതിക്കോളൂ. But everyone was influenced. But everyone was influenced one way or the other. 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 എഴുതിയോ? ഓക്കെ. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും വെരി ഗുഡ്. ഒട്ടുമിക്ക ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗാന്ധിജിയുടെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ടു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ വാക്കുകൾ പലർക്കും പല പോലെയായിരുന്നു. ചില ആളുകൾ സമ്പൂർണ്ണമായിട്ടും മാറി, ചില ആളുകൾ ഭാഗികമായിട്ട് മാറി, ചില ആളുകൾ ചെറിയ മാറ്റം സംഭവിച്ചു പോലും ഇല്ല. പക്ഷെ എന്തുതന്നെയായാലും പല രീതിയിലാണെങ്കിലും ആൾക്കാരിലെ ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കത്തിനുള്ള സാധ്യത ഗാന്ധിജിയുടെ വാക്കുകൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ടു-ഫോൾഡ് ആക്ഷൻ? വാട്ട് വാസ് ദ ടു-ഫോൾഡ് ആക്ഷൻ? What was the two-fold action? What was the two-fold action involved? What was the two-fold action involved in Gandhiji's exhortation? In Gandhiji's exhortation. എഴുതിയോ? In Gandhiji's exhortation. അപ്പോൾ എക്സോർട്ടേഷൻ എന്ന് വെച്ചാൽ ആഹ്വാനം. അപ്പോൾ ഗാന്ധിജിയുടെ ടു-ഫോൾഡ് ആക്ഷൻ എന്തായിരുന്നു? ഗാന്ധിജി പഠിപ്പിച്ചു കൊടുത്തതിൽ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തതിൽ രണ്ട് രീതിയിലുള്ള ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ രണ്ട് രീതിയിലുള്ള ആക്ഷൻ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ഹലോ, എന്താ മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് അത് എഴുതിയുള്ളത് റിസ്വാന മാത്രമാണല്ലോ കണ്ടുള്ളൂ, ബാക്കി ആരും കണ്ടില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കൂ. What was the visible change in the value system of the country? അത് എഴുതിയിട്ടുണ്ടോ? ഹലോ, what was the visible change? What was the visible change in the value system of the country? അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കത് എഴുതിയെടുക്കാം. ഓക്കെ ഓക്കെ. What was the visible change? What was the visible change in the
What was the visible change in the value system? In the value system of the country. The value system of the country. അവിടെ മേലെ എഴുതിയോ? റിസ്വാന എഴുതിയോ? റിസ്വാന, ഹലോ, റിസ്വാന എഴുതിയോ? ഹലോ. റിസ്വാന ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? നോക്കിയിരുന്നു അല്ലേ? നോക്കിയിരുന്നു. അത് നല്ല കാര്യാട്ടാ. ബാക്കിയുള്ള വിദ്യാർത്ഥികളും നോക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. ബാക്കിയുള്ളവർ നോക്കി പഠിക്കില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വാട്ട് വാസ് എ വിസിബിൾ ചേഞ്ച് ഇൻ ദ വാല്യൂ സിസ്റ്റം ഓഫ് ദ കൺട്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാണാവുന്ന രീതിയിൽ ആളുകളുടെ മൂല്യം എന്ന് വെച്ചാൽ മാനസികമായിട്ട് നല്ല വീക്ഷണങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ആളുകളിലുള്ള മൂല്യത്തിന് എന്താണ് കാണാവുന്ന രീതിയിലുള്ള ഒരു മാറ്റം സംഭവിച്ചത്? ആളുകളുടെ ചിന്താരീതിയിലുള്ള മൂല്യത്തിന് കാണാവുന്ന രീതിയിലൊരു മാറ്റം എന്താണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. ഗാന്ധിജി പഠിപ്പിച്ചതിനനുസരിച്ച് ഇന്ത്യക്കാരിൽ ഒരുപാട് പേര് ബ്രിട്ടീഷുകാരെ എതിർക്കാൻ തുടങ്ങിയില്ലേ? അവർ കൊടുത്ത പട്ടും വളയും അതുപോലെ തന്നെ സ്ഥാനമാന പദവികളൊക്കെ അവർ ഉപേക്ഷിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഉത്തരത്തിൽ എഴുതി വയ്ക്കാം. പിന്നെ അവർ തമ്മിലുണ്ടായിരുന്ന അകൽച്ചകൾ, വേർതിരിവുകൾ, ജാതിയുടെ ബേസ് ചെയ്തിട്ടുള്ള വേർതിരിവ്, ഇതൊക്കെ ഗാന്ധിജിയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു വന്നു. വേർതിരിവുകൾ, അകൽച്ചയും കുറഞ്ഞു വന്നു. ഇന്ത്യൻ ജനത പരസ്പരം സ്നേഹത്തോടെ വസിക്കാനായിട്ട് തുടങ്ങി അല്ലേ? അതല്ലേ അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഉത്തരമായിട്ട് എഴുതിയെടുക്കാം. ഇംഗ്ലീഷിലേ എഴുതിയെടുക്കല്ലേ? ഹലോ. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, എഴുതിയെടുത്തോളൂ. ഗാന്ധിജി wanted people to give up എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുക. give up their titles. എഴുതിയോ? ഓക്കെ, നമുക്ക് അടുത്ത വാചകം എഴുതിയെടുക്കാം. give up by the titles given by the British എന്ന് എഴുതിക്കോട്ടാ. എന്നാലേ അതിനൊരു സമ്പൂർണ്ണത വരുള്ളൂ. given by the British. ഓക്കെ, അടുത്ത വരിയായിട്ട് എഴുതിക്കോളൂ കേട്ടോ. although not many people gave up their titles കഴിഞ്ഞ് കോമ ഇടുക. the prestige prestige എഴുതിയോ? പ്രസ്റ്റീജ് എന്ന് വെച്ചാൽ അഭിമാനം എന്നാണ്. അതിനെ സംബന്ധിച്ച് ഉള്ള അഭിമാനം, ടൈറ്റിൽ കിട്ടുന്നതിനെ പറ്റിയുള്ള അഭിമാനം, അതാണ് പ്രസ്റ്റീജ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രസ്റ്റീജ് എന്ന് വെച്ചാൽ അഭിമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അതിൻ്റെ അർത്ഥം അറിയാത്തവർ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചോളൂ. പ്രസ്റ്റീജ് അസോസിയേറ്റഡ് വിത്ത് the titles lessened. അസോസിയേറ്റഡ് സ്പെല്ലിംഗ് വേണോ? പറഞ്ഞു തരാം. ASSOCIATED അസോസിയേറ്റഡ് എഴുതിയോ? associated with the titles 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 associated with അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലം വിട്ടിട്ട് എഴുതിയാൽ മതി കേട്ടോ. അസോസിയേറ്റ് വേഗം എൻട്രി ചെയ്തോളൂ എന്നിട്ട് കേട്ടോ. ഇപ്പൊ തന്നെ എൻട്രി ചെയ്തോളോ. അസോസിയേറ്റഡ് വിത്ത് ദ ടൈറ്റിൽസ് ലെസൻഡ്. അവിടെ വരെ എഴുതിയോ? മറ്റു വിദ്യാർത്ഥികൾ എഴുതിയോ? ലെസൻഡ് സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. LESSENED ലെസൻഡ്. ലെസൻഡ് എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ മുകളിൽ എഴുതി വെച്ചോ. കുറഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത്. കുറഞ്ഞു അതിന്റെ മുകളിൽ എഴുതി വെച്ചോ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ കുറഞ്ഞു. ലെസൻഡ് എന്ന് വെച്ചാൽ കുറഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറയണത്? ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം കുറച്ചു പേരാണ് ടൈറ്റിലുകൾ ഉപേക്ഷിച്ചുള്ളൂ. പക്ഷെങ്കിലും മറ്റുള്ളവർക്കും ആ ടൈറ്റിലിനോടുള്ള മതിപ്പ് കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ കൊടുത്ത ടൈറ്റിലുകളില്ലേ, അതായത് സ്ഥാനമാന പദവികൾ, അതുപോലെ തന്നെ ഓരോ പട്ടങ്ങൾ, ഓരോ പട്ടം ചാർത്തി കൊടുക്കുക എന്ന് പറയും. ഇന്ന ആള് ഇന്ന സ്ഥലത്തെ പ്രഭു, അങ്ങനെയൊക്കെ പറയുന്നതിലെ അവർക്ക് മതിപ്പ് കുറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അതുവരെ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാചകം എഴുതാം. ദ പോംബ് ആൻഡ് സ്പ്ലെൻഡർ associated with the viceroys VICEROYS S apostrophe S ആണ് കേട്ടോ. ഓക്കെ, Viceroy's court was seen as foolish. അതൊന്നുകൂടി പറഞ്ഞു തരാം. The pomb, POMP, pomb. The pomb and splendor, SPLENDOUR, splendor, associated, ASSOCIATED. The splendor and pomb, the pomb and splendor associated with the Viceroy's court was seen as foolish. എഴുതിയോ? അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിട്ടീഷിലെ വൈസ്രോയികളും മറ്റ് ആളുകളും കൊടുത്തിരുന്ന പദവികളും സ്ഥാനമാന പദവികളെ അത് മണ്ടത്തരങ്ങളായിട്ടാണ് പിന്നീട് ഇന്ത്യക്കാർക്ക് തോന്നിയുള്ളൂ. അത് ഇന്ത്യൻ ജനതയെ വിഭജിച്ച് ഭരിക്കാനും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയെ ജനത്തിലെ കുറച്ച് ആളുകളെ കുറച്ച് പദവി കൊടുത്ത് മറ്റുള്ളവരെയും കൂടിയും അടിച്ചമർത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാനും ഇന്ത്യൻ ജനതയെ റിപ്രസീവ് ലെജിസ്ലേഷൻ അഥവാ അടിച്ചമർത്തുന്ന ഭരണത്താൽ ഭരിക്കാനുമായിരുന്നു ഇത്തരം സ്ഥാനമാന പദവികൾ നൽകിയിട്ടുള്ളതെന്നും ഇത്തരം സ്ഥാനമാന പദവികൾക്ക് സ്വീകരിക്കുന്നത് മണ്ടത്തരമാണെന്നുള്ളൊരു ചിന്തയുമാണ് ഇന്ത്യൻ ജനതയ്ക്ക് പിന്നീട് ഉണ്ടായതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഗാന്ധിജി പറഞ്ഞതിന് ശേഷേ ഓക്കെ. ഇനി അടുത്ത വരിയായിട്ട് എഴുതിക്കോ. റിച്ച് മെൻ were not
Anxious. Rich men were not anxious. Anxious spelling സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ANXIOUS. Anxious. Were not anxious. ഒന്നുകൂടി പറഞ്ഞു തരാം. ANXIOUS. Anxious. Anxious to show off. Anxious to show off their riches. Their riches. Their riches anymore. Their riches anymore. എഴുതിയാ? ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ധനാഢ്യരായ ഇന്ത്യക്കാർക്ക് അവരുടെ ധനസമ്പത്തുകൾ പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രഹസനം പോലെ കാണിക്കുവാൻ താല്പര്യം കുറഞ്ഞു എന്ന്. ഗാന്ധിജിയുടെ വാക്കുകൾ അവർക്ക് വിവേകം കൂട്ടാൻ ഇടയായി. മനസ്സിലായി? പണ്ട് അവർ ഭയങ്കര പത്രാസ് കാണിക്കാനായിട്ട് ഭയങ്കര ഒരു 10 കിലോൻ്റെ മാല, 10 കിലോൻ്റെ മാലയല്ല, തമാശക്ക് പറഞ്ഞതാണ്. അതായത് ഒരു 10 പവൻ്റെ മാലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്വർണ്ണമാലയൊക്കെ ഇട്ട് കൈമയൊക്കെ വലിയ തളകളൊക്കെ ഇട്ടിട്ട് നടന്നിരുന്ന ആൾക്കാർ പോലും ഗാന്ധിജിയുടെ വാക്കുകളിലെ വില കൽപ്പിച്ച് ഗാന്ധിജിയുടെ വാക്കുകളിലെ മൂല്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പിന്നെ അവരുടെ സമ്പത്തിൻ്റെ ധനാഢ്യത ഒന്നും പ്രഹസനം പോലെ പ്രകടിപ്പിക്കുവാനോ കാഴ്ച വയ്ക്കാനോ താല്പര്യമില്ലാതെയായി. അപ്പോൾ അവർക്ക് കുറേയും കൂടിയൊക്കെ വിവരം കൂടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അവർക്ക് അവരുടെ ധനാഢ്യത പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കാഴ്ചവസ്തു പോലെ പ്രഹസനം പോലെയൊക്കെ കാണിക്കുവാൻ അവർക്ക് താല്പര്യമില്ലാണ്ടായിരുന്നു. മനസ്സിലായോ? ഹലോ, അടുത്ത വരി നമുക്ക് എഴുതാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഷഹബാസ് കയറിയോ? രണ്ടാമത് കയറിയോ? ഷഹബാസ് കയറിയോ? ഹലോ ഷഹബാസ്, ഇപ്പോൾ ഫോൺ ശരിയായോ? ഹലോ, ഓക്കെ, ഫോൺ ഹാങ്ങായിട്ടിരിക്കണേ തോന്നുന്നു. ഷഹബാസിനെ മുഖമല്ല, ഒരു സ്ക്രീൻ പിക്ചർ, പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണാം, പക്ഷേ മ്യൂട്ടായിട്ടാണ്, സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അവസാനത്തെ വരി നമുക്ക് എഴുതിയെടുക്കാം. ഷഹബാസിനെ കയറാൻ പറ്റുമ്പോൾ ഓക്കെ. ഇല്ല, കേൾക്കുന്നില്ല ഷഹബാസ്, മ്യൂട്ടാണ്. ഷഹബാസ് മ്യൂട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് നമുക്ക് എഴുതാം. They adopted ലാസ്റ്റ് ലൈനാട്ടാ നമുക്ക് എഴുതാം ഈ ഉത്തരത്തിൻ്റെ. They adopted simpler ways. They adopted simpler ways of dressing. They adopted simpler ways of dressing and became അവിടെ വരെ എഴുതിയോ? and became almost indistinguishable സ്പെല്ലിംഗ് പറഞ്ഞുതരാം കേട്ടോ. ഇൻഡിസ്റ്റിങ്വിഷബിൾ സ്പെല്ലിംഗ് അല്ലേ ചോദിച്ചേ? ഇൻഡിസ്റ്റിങ്വിഷബിൾ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. INDISTINGUISHABLE. ഇൻഡിസ്റ്റിങ്വിഷബിൾ എഴുതിയോ? ഹലോ, ഓക്കെ, എഴുതി. ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കാനാവാത്ത എന്നാണ്. വേർതിരിക്കാൻ പറ്റാത്ത. മനസ്സിലായോ? ഹലോ, മാഷ് ചോദിക്കുമ്പോൾ മാഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താണ്?
എൻ്റെ നെറ്റ് ഇടയ്ക്ക് ഇങ്ങനെ കട്ടായിട്ട് വീണ്ടും വരും. പക്ഷെ ഇപ്പം നെറ്റ് പോയിട്ടില്ലല്ലോ, എന്താ ചോദിക്കാൻ കാരണം? അത് അവിടുത്തെ റേഞ്ച് പോയതാട്ടോ. ഇവിടെ കേൾക്കാം. ഇപ്പൊ ശരിയായതായിരിക്കും. ഇത് പറയണത് ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന വാക്കാണ് അവസാനം നമ്മൾ എഴുതിയത്, ഷഹബാസ്. അപ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കാൻ സാധിക്കാത്ത. അവിടെ വരെ അതിൻ്റെ അർത്ഥം എഴുതിയ. ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വേർതിരിക്കാൻ സാധിക്കാത്ത. അപ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം, അടുത്ത വരി അതിന് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ. ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ കോമൺ പീപ്പിൾ. ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ കോമൺ പീപ്പിൾ. ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ കോമൺ പീപ്പിൾ. എഴുതിയോ? ഓക്കെ. അതായത് ഈ ധനാഢ്യർ ഭയങ്കര വില കൂടിയ പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും മാറി സാധാരണക്കാരുടെ പോലെ അവരെ വസ്ത്രം ധരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. തൽഫലമായിട്ട് ഏതാണ് സാധാരണക്കാരൻ, ഏതാണ് ധനാഢ്യൻ എന്ന് വേർതിരിക്കാൻ പറ്റാത്ത വിധം ജനസമൂഹമായി തുടങ്ങി എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അത്രത്തോളം സ്വാധീന ശക്തി ഗാന്ധിജിയുടെ വാക്കുകൾക്കുണ്ടായിരുന്നു എന്നാണ് ആ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം കഴിഞ്ഞു. ആ ഉത്തരം നല്ല ഒരു ഉത്തരമല്ലേ? നിങ്ങളത് എഴുതി കഴിഞ്ഞോ? അപ്പോൾ നമ്മുടെ ആ ചോദ്യവും ഉത്തരവും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. അടുത്ത ചോദ്യം എഴുതുന്നതിന് മുമ്പേ ഞാൻ ആ ചോദ്യം ഒന്നുകൂടി തൊട്ട് മുൻപ് കഴിഞ്ഞ ചോദ്യം ഒന്നുകൂടി നമുക്കൊന്ന് റീക്യാപിറ്റുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. അതായത് എന്തായിരുന്നു പ്രകടമായ മാറ്റങ്ങൾ ഇന്ത്യൻ ജനതയുടെ മൂല്യസ്ഥിതിക്ക്, അതായത് മാനസികമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നത്, വാല്യൂ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ജനതയ്ക്ക് ഒരുപാട് മൂല്യങ്ങൾ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാല്യൂ സിസ്റ്റത്തിന് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഉത്തരത്തിൽ എഴുതിയത്. പലരും ടൈറ്റിലുകൾ ഉപേക്ഷിച്ചു, പക്ഷെ പലരും ടൈറ്റിലുകൾ ഉപേക്ഷിച്ചില്ല. എങ്കിലും ആ ഉപേക്ഷിക്കാത്ത ചിലർക്ക് ആ ടൈറ്റിലിനോടുള്ള മതിപ്പ് കുറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞത് എന്താ? ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പൊങ്ങച്ചുവും വൈസ്രോയുടെ സ്പ്ലെൻഡറൊക്കെ, സ്പ്ലെൻഡർ എന്ന് വെച്ചാൽ മഹത്വം. അപ്പോൾ ആ സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയെടുത്തോ. സ്പ്ലെൻഡർ എന്ന് വെച്ചാൽ മഹത്വം എന്നാണ് അർത്ഥം. വൈസ്രോയുടെ സ്പ്ലെൻഡറൊക്കെ നമ്മളെ, അതായത് ഇന്ത്യക്കാരെ ഭരിക്കാനുള്ള ഒരു സൂത്രവിദ്യയായിട്ടാണ് ഇന്ത്യക്കാർക്ക് മനസ്സിലായത്. അതിനനുസരിക്കുന്നത് ഒരു മണ്ടത്തരമായിട്ട് അവർ കരുതി. അവർക്ക് പിന്നെ അനുസരിക്കാൻ താല്പര്യമില്ലാണ്ടായി. അപ്പോൾ ഇന്ത്യക്കാരെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം പൊളിഞ്ഞു തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യക്കാരെ കുറച്ച് പേരെ എലീറ്റ് പാനലിലെ ആളുകളെ എടുത്ത് അവർക്ക് സ്ഥാനമാന പദവികൾ നൽകി മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതിയിൽ ഭരിക്കാൻ ഈ എലീറ്റ് പാനലിലുള്ള ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്ന അവസ്ഥയും മാറി തുടങ്ങി. അതും ഗാന്ധിജിയുടെ വാക്കുകളുടെ എഫക്റ്റ് എന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകളുടെ ശക്തി എന്ന പോലെ ഇന്ത്യക്കാർ അതിനെയും എതിർത്ത് തുടങ്ങി. ബ്രിട്ടീഷുകാർ ഞങ്ങളെ അങ്ങനെ ഭരിക്കണ്ട എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനത പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. ഓക്കെ. What was the influence of Gandhiji? What was the influence of Gandhiji? What was the influence of Gandhiji in the villages? What was the influence of Gandhiji in the villages? ഗാന്ധിജിയുടെ സ്വാധീന ശക്തി ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. എഴുതിയോ? ഹലോ, ചോദ്യം എഴുതിയോ? ഓക്കെ. അപ്പോൾ പെൺകുട്ടികൾ എഴുതി കഴിഞ്ഞോ? അവർ ഉത്തരം പറയുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിക്കോളൂ. ഗാന്ധിജിയുടെ സ്വാധീന ശക്തി ഗ്രാമപ്രദേശങ്ങളിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അതിന് ഉത്തരം നമുക്ക് എഴുതിയെടുക്കാം. Gandhiji sent leaders to the villages to awaken
to the villages to awaken. ഹലോ, അവേക്കൻ സ്പെല്ലിംഗ് സാർ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. AWAKEN, AWAKEN, awaken. Awaken the peasants, awaken the peasants. അവിടെ വരെ എഴുതിയോ? awaken the peasants. peasants സ്പെല്ലിംഗ് സാർ പറഞ്ഞു തരാം. PEASANTS, peasants. peasants എന്ന് വെച്ചാൽ തൊഴിലാളികൾ എന്നാണ് അർത്ഥം. awaken എന്ന് വെച്ചാൽ ഉണർത്തുക, awaken എന്ന് വെച്ചാൽ ഉണർത്തുക. peasants എന്ന് വെച്ചാൽ തൊഴിലാളികൾ. peasants സ്പെല്ലിംഗ് PEASANTS, peasants. എഴുതിയല്ലോ? ആ, അപ്പോൾ ഗാന്ധിജി നേതാക്കന്മാരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? അവിടെയുള്ള തൊഴിലാളികളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ മാനസികമായിട്ട് ഉണർത്തുവാൻ എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അടുത്ത വരെ എഴുതിക്കോളൂ. The peasants were shaken up. The peasants were shaken up. The peasants were shaken up and began to come out of their shell, and began to come out of their shell, and began to come out of their shell. അതിൻ്റെ അർത്ഥം എന്താ? തൊഴിലാളികൾ അവരെ സമരമുഖത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അവരെ അപകർഷബോധത്തിൻ്റെ ആ തോട് പൊളിച്ച് ആത്മവിശ്വാസത്തോടെ സമരമുഖത്തിലേക്ക് എത്തി എന്നാണ് അതിൻ്റെ സൂചന, എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ബ്രേക്ക് ദ ഷെൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരിക എന്നാണ് അർത്ഥം. അതായത് നമുക്ക് അപകർഷബോധവും അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് വളരെ റെസ്പോൺസിബിൾ സിറ്റിസൻസായി മാറി തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ബ്രേക്ക് ദ ഷെൽ എന്ന് വെച്ചാൽ മനസ്സിലായി, തോട് പൊളിച്ച് പുറത്ത് വരിക എന്നൊക്കെ പറയില്ലേ, മലയാളത്തിലൊരു പറച്ചിലില്ലേ, തോട് പൊളിച്ച് പുറത്ത് വരിക. അവർ പിന്നെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും എഴുതി കഴിഞ്ഞു. ഇനി 2 ചോദ്യം കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠം അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ പുതിയ പാഠം തുടങ്ങും. അപ്പോൾ 2 ചോദ്യം കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എഴുതിക്കോ. ഈ ചോദ്യത്തിന് മാർജിനിൽ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിക്കോളൂ. കാരണം ഇത് പബ്ലിക് എക്സാമിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചോദ്യം എഴുതിയെടുക്കാം. What was the India of Gandhi's dream? What was the India of Gandhi's dream? What was the India of Gandhi's dream? എഴുതിയോ? ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എങ്ങനെയുള്ള ഇന്ത്യ ആയിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ഗാന്ധിജി സ്വപ്നം കണ്ടത് എങ്ങനെയുള്ള ഇന്ത്യ ആയിരുന്നു? തുല്യത തളം കെട്ടി നിൽക്കുന്ന ഇന്ത്യ, അതായത് തുല്യതയുള്ള ഇന്ത്യ, മദ്യമോ മയക്കുമരുന്നോ ഒന്നും ജനങ്ങൾ ഉപയോഗിക്കാത്ത ഇന്ത്യ, അതുപോലെ തന്നെ ജാതി മതഭേദമില്ലാത്ത ഇന്ത്യ, അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി അതായത് തൊട്ടുകൂടായ്മ, സതി സിസ്റ്റം അങ്ങനെയുള്ള സാമൂഹിക ദുരാചാരങ്ങളില്ലാത്ത ഇന്ത്യ, ഇങ്ങനെ നന്മ നിറഞ്ഞ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. ഗാന്ധിജി wanted an India were the lowest
should feel that. Where the lowest എന്ന് വെച്ചാൽ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ളവർ എന്നാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത്. അവർ പോലും where the lowest should feel that. Where the lowest should feel that. Where the lowest should feel that it was their country. It is their country. It is their country. It is their country. ഇത് ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണെന്ന് എല്ലാവർക്കും തോന്നണം. സമൂഹത്തിലെ താഴ്ന്ന തട്ടിലുള്ളവർ ഉൾപ്പെടെ എന്നാണ് അവിടെ വാക്കിൻ്റെ അർത്ഥം, വാചകത്തിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ദെയർ കൺട്രി. എഴുതിയോ? ഓക്കെ, അടുത്ത വരെ എഴുതിക്കോളൂ. ദേ ഷുഡ് ഹാവ് ആൻ. They should have an effective voice. They should have an effective voice. They should have an effective voice in the ruling. They should have an effective voice in the ruling. In the ruling. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് സാധാരണക്കാർക്കും ഭരണതലത്തിൽ സംസാരിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുവാനുമുള്ള അവസരം വേണം. അതായത് ഒരു ജനാധിപത്യം വേണമെന്നാണ്. ജനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾക്കോ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യപ്പെടുവാൻ ഉള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അതായത് ജനാധിപത്യം വേണമെന്നാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത്. ആ വാചകം ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. ദേ ഷുഡ് ഹാവ് ആൻ എഫക്റ്റീവ് വോയിസ് ഇൻ ദ റൂളിംഗ്. എഫക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ വളരെ കാര്യക്ഷമതയുള്ള ശബ്ദം. എന്തിൽ? ഭരണത്തിൽ എന്നാണ് അർത്ഥം. ജനങ്ങൾക്കും ഭരണകാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവരോ അവരുടെ പ്രതിനിധിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വരി എഴുതാം. അടുത്ത വാചകം എഴുതല്ലേ നമ്മൾ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വരിയാണ് എഴുതുന്നത്. ഗാന്ധിജി wanted India. Gandhiji wanted India not to have. Gandhiji wanted India not to have class distinctions. Gandhiji wanted India not to have class distinctions. Not to have class distinctions. എഴുതിയ not to have class distinctions. എഴുതിയല്ലോ അല്ലേ? ഡിസ്റ്റിങ്ഷൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വേർതിരിവ്. ഡിസ്റ്റിങ്ഷൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിവ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വരി എഴുതാം. He wanted India to be a place. He wanted India to be a place where people lived in perfect harmony. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആളുകളെ സമാധാനപരമായ യോജിപ്പോടുകൂടി ജീവിക്കണമെന്ന് ആരാഗ്രഹിച്ചു? ഗാന്ധിജി ആഗ്രഹിച്ചു. ആ വാചകത്തിൻ്റെ അർത്ഥം അതാണ് കേട്ടോ. എഴുതിയല്ലോ, സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത വരി എഴുതാം. ഹലോ. ഓക്കെ, there was no room for untouchability.
കോമഡിട്ട് intoxicating drinks and drugs. എഴുതിയോ? ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അത്തരം സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിലുള്ള ഉത്തരവും നമ്മൾ എഴുതി കഴിഞ്ഞു. ലാസ്റ്റ് ചോദ്യം നമുക്ക് എഴുതാം. അതോടുകൂടി നമ്മുടെ ഗാന്ധിജിയുടെ അതായത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ആ പാഠം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആ പാഠം സന്ദർഭം നെഹ്റു ആണ് എഴുതിയിട്ടുള്ളത്, നെഹ്റുവിൻ്റെ വിവരണമാണത്. അപ്പോൾ അത് അവിടെ അവസാനിക്കുകയാണ്. ഇതിലെ ലാസ്റ്റ് ചോദ്യം നമുക്ക് എഴുതാം. ഹലോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What was the psychological revolution that Gandhiji brought about? What was the psychological revolution that Gandhiji brought about? എഴുതിയാ? സാർ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിക്കാം. എഴുതി കഴിയാത്തവർക്ക് എഴുതാം, എഴുതി കഴിഞ്ഞവരൊന്നുകൂടി ശ്രദ്ധിക്കുക. What was the psychological revolution that ഗാന്ധിജി brought about? എന്താണ് മനഃശാസ്ത്രപരമായ വിപ്ലവം ഗാന്ധിജി കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ഗാന്ധിജി was an astonishingly vital man full of self-confidence and unusual spelling സാർ പറഞ്ഞു തരാം. UNUSUAL unusual എന്ന് വെച്ചാൽ അസാധാരണമായ. unusual kind of ആ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയാം. UNUSUAL unusual അസാധാരണകരമായ, അസാധാരണ വിധത്തിലുള്ള. എഴുതിയോ? unusual kind of power. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. unusual kind of power അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അത് കഴിഞ്ഞ് എഴുതിക്കോളൂ. he fascinated സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ആഗ്രഹിച്ചു. fascinated spelling FASCINATED fascinated. എഴുതിയോ? fascinated. Okay, fascinated the masses of India. masses ജനക്കൂട്ടം. masses of India ഇന്ത്യയിലെ ജനക്കൂട്ടം. the masses of India as he stood for equality. അവിടെ വരെ എഴുതിയോ? as he stood for equality and freedom of each individual.
എഴുതിയല്ലോ. ആ വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ഇന്ത്യൻ ജനത്തിൻ്റെ ഈക്വാലിറ്റിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു എന്നാണ് അർത്ഥം വരുന്നത്. എന്നിട്ട് അടുത്ത വരെ എഴുതിക്കോളൂ. He attracted them like a magnet. He attracted them like a magnet. He attracted them like a magnet. ഒരു കാന്തമില്ലേ, സ്പീക്കറിൻ്റെ ബാക്കിലൊക്കെ കാന്തം കണ്ടില്ലേ, ഇരുമ്പിനെ ആകർഷിക്കുന്ന ആ വസ്തുവാണ് കാന്തം. അറിയാലോ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ആ കാന്തം സ്പീക്കറിൻ്റെ ബാക്കിൽ നിന്നൊക്കെ പൊട്ടിച്ച് നമ്മൾ ബ്ലേഡിനൊക്കെ അടുത്ത് വയ്ക്കുമ്പോൾ ബ്ലേഡ് ചാടി ഒന്ന് ഒട്ടിപ്പിടിക്കണതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹലോ. അപ്പോൾ ജനങ്ങളെ ഒരു കാന്തം എന്നോണം ആകർഷിക്കത്തക്ക രീതിയിൽ വ്യക്തിത്വവും വ്യക്തിപ്രഭാവവുമുള്ള മഹത് വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത വരി എഴുതാം. To them he seemed to link up the past with the future. Link up the past with the future. അവിടെ വരെ എഴുതിയോ? Future and make the bad present appear as a stepping stone. Bad present appear as a stepping stone. Stepping stone spelling സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. STEPPING സ്റ്റെപ്പിംഗ് സ്റ്റോൺ, STONE. സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വെച്ചാൽ ചവിട്ടുപടി. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ എ ഫ്യൂച്ചർ of life and hope. For a future of life and hope. For a future of life and hope. എഴുതിയോ? ലാസ്റ്റ് വരിയാണ് നമ്മൾ എഴുതണേ കേട്ടോ. ഓക്കെ. This was the psychological revolution. This was the psychological revolution that Gandhiji brought about. This was the psychological revolution that Gandhiji brought about. എഴുതിയോ? അപ്പോൾ ഇതാണ് മനഃശാസ്ത്രപരമായ ഒരു വിപ്ലവം ഗാന്ധിജി കൊണ്ടുവന്നതെന്ന്. അതായത് ഇന്ത്യയുടെ ഭൂതകാലം, അതായത് പഴയ കാലം. ഹലോ, നമ്മുടെ ഉത്തരം എഴുതി കഴിഞ്ഞു. ഇനി സാറ് പറയണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗാന്ധിജി ബ്രോട്ട് അബൌട്ട് BROUGHT ABOUT. ബ്രോട്ട് അബൌട്ട് എന്ന് വെച്ചാൽ കൊണ്ടുവന്ന. എഴുതിയോ? ഓക്കെ. ബ്രോട്ട് അബൌട്ട് കൊണ്ടുവന്ന. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗാന്ധിജി കൊണ്ടുവന്ന മനഃശാസ്ത്രപരമായ മാറ്റം എന്നാണ് ചോദ്യം. അപ്പോൾ മനഃശാസ്ത്രപരമായ മാറ്റം ഗാന്ധിജി കൊണ്ടുവന്നത് ഇന്ത്യക്കാർക്ക് ഒരുപാട് അവർ മനസ്സിലുണ്ടായിരുന്ന ഭീതിയൊക്കെ മാറ്റി, അതുപോലെ തന്നെ ഇന്ത്യക്കാരെ മാനസികമായിട്ട് ഉത്തേജിപ്പിച്ചു. അവരിൽ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവന്നു. ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര വൈറ്റൽ പവർ, ഭയങ്കര ചൈതന്യവും അതുപോലെ തന്നെ അസാധാരണമായ മാനസിക ശക്തിയുമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി എല്ലാ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ തുല്യതയ്ക്കും വേണ്ടി പോരാടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും
വേണ്ടി ഗാന്ധിജി പോരാടി. അങ്ങനെ പോരാടുകയും അതുപോലെ തന്നെ ഗാന്ധിജിയിലേക്ക് ജനങ്ങൾ കാന്തത്തിലേക്ക് ഇരുമ്പ് ആകർഷിക്കപ്പെടുന്നത് പോലെ ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? അവരുടെ പഴയ കാലം പഠിച്ചെടുത്ത് ഭാവി കാലത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ നിൽക്കുന്ന ഈ പുതിയ കാലം അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രസൻറ്റ് അവസ്ഥ, അതായത് ഇപ്പോഴുള്ള അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കുമെന്ന വിശ്വാസവും പ്രതീക്ഷയും ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുകയും ഭയമില്ലാത്ത മാനസികാവസ്ഥ കൊടുക്കുകയും അതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് ഗാന്ധിജി കൊണ്ടുവന്ന മനഃശാസ്ത്രപരമായ വിപ്ലവം എന്നാണ് ഉത്തരത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഉത്തരം നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോൾ നമ്മൾ ആ പാഠം എടുത്തു കഴിഞ്ഞു. ആ പാഠത്തിലെ ഫുൾ എക്സ്പ്ലനേഷൻ ആദ്യം തന്നു. രണ്ടാമത് ആ പാഠത്തിലെ എല്ലാ വാക്കുകളുടെ ഒരുവിധം എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങൾ സാറ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളോട് കൂടി ആ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ എഴുതി കഴിഞ്ഞു. എത്ര ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും? ആകെ എത്ര ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും അറിയോ? ആർക്കെങ്കിലും അറിയോ? 14 ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ എഴുതി കഴിഞ്ഞു. ഒരു 40 മീനിങ്സും നമ്മൾ എഴുതി പഠിച്ചു. പാഠത്തിൻ്റെ ഫുള്ള് കാര്യങ്ങളും സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ സാറിന് ഫോൺ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഇപ്പോഴെന്തെങ്കിലും സംശയം ചോദിക്കാണ്ടോ? സാറിനോട് ചോദിക്കാണ്ടോ? ഹലോ, ആർക്കെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ, സാറ് പറഞ്ഞു തരാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹലോ, പ്രിയ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നില്ലേ? കേൾക്കാമോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ. സംശയമുണ്ടോ? അലൻ, എന്തെങ്കിലും സംശയമുണ്ടോ? ആൻവിൻ, സംശയമുണ്ടോ? ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ സാറ് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠം തുടങ്ങാൻ പോവാണ് കേട്ടോ. പെൺകുട്ടികൾ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? പെൺകുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത പാഠം പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ലുബിന മാർക്ക് ചെയ്യാട്ടോ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാട്ടോ. ലുബിന ഇതിലെ FHW ആണോ? മാർക്ക് ചെയ്യാട്ടോ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും ലെഫ്റ്റ് ആയിക്കോട്ടോ.